നമ്മളെല്ലാവരും പാല് വാങ്ങി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ പാൽ കേടായി പോകാറുണ്ട്. പ്രത്യേകിച്ച് ഈ കറണ്ട് പോകുന്ന സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ പാൽ ഒട്ടും കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ കാര്യം, പാല് വാങ്ങിയാലുടൻ തന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി തിളപ്പിക്കുക. പുറത്തെ ചൂടിൽ കൂടുതൽ നേരം പാൽ വയ്ക്കുന്നത് ബാക്ടീരിയകൾ വളരാൻ കാരണമാകും. അതുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ട. ഇനി ഇതൊന്ന് തണുപ്പിക്കണം. അതിനായി ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് അതിലേക്ക് തിളപ്പിച്ച പാൽപാത്രം ഇറക്കി വെക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് പാത്രം മൂടി വെക്കരുത്. നന്നായി തണുത്ത ശേഷം മാത്രം ഒരു എയർ ടൈറ്റ് പാത്രത്തിലേക്ക് മാറ്റി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പലരും പാൽ പാക്കറ്റുകൾ ഫ്രിഡ്ജിൻ്റെ വാതിലിൻ്റെ ഷെൽഫുകളിലാണ് വെക്കാറുള്ളത്. എന്നാൽ അത് ശരിയല്ല. ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ഉൾഭാഗത്തായി പാൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവിടെയാണ് കൃത്യമായ തണുപ്പ് കിട്ടുന്നത്. നമ്മൾ പാൽ തിളപ്പിക്കാനെടുക്കുന്ന പാത്രം വളരെ പ്രധാനമാണ്. അതിൽ നേരത്തെ ഉപയോഗിച്ച പാലിൻ്റെ അംശമോ ഈർപ്പമോ ഉണ്ടാകാൻ പാടില്ല. പാത്രം നന്നായി കഴുകി ഉണക്കിയതാണെന്ന് ഉറപ്പുവരുത്തുക. പാൽ പാക്കറ്റോടെ ഫ്രിഡ്ജിൽ വെക്കുന്ന ശീലം ഒഴിവാക്കാം. പകരം വൃത്തിയുള്ള ചില്ലുകുപ്പികളിലോ സ്റ്റീൽ പാത്രങ്ങളിലോ പകർത്തി സൂക്ഷിച്ചാൽ പാലിന് കൂടുതൽ ഫ്രഷ്നെസ് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.